ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നൊരു യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വ്ളോഗാണ്, ട്രാവലോഗാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മലപ്പുറത്തിൻ്റെ സ്വന്തം മിനി ഊട്ടിയിലേക്കാണ് കേട്ടോ. മിനി ഊട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മിനി ഊട്ടിയിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ മിനി ഊട്ടിയിലേക്ക് ആദ്യം മെയിൻ റോഡ് വഴി വന്നിട്ട് പിന്നെ മിനി ഊട്ടിയിലേക്ക് കയറുന്ന റോഡാണിത്. അപ്പോൾ ഇതിൽ പോയാൽ ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട് മിനി ഊട്ടിയിലേക്കായിട്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് തന്നെ പോകാമെന്ന് വെച്ച് മോള് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 5:30 ആവും അവളെ എത്താൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് സീസണൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വില ഉണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും കുറവായിരുന്നു. എന്തായാലും നമ്മൾ കഴിച്ച് അപ്പോൾ ഐസ്ക്രീം തിന്നുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ മിനി ഊട്ടി റോഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കല്ല് കോറികളാണ്. അതിൻ്റെ മെറ്റലിൻ്റെ കോറികൾ ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ വണ്ടി നിർത്തി കുറച്ച് സമയം നിന്നപ്പോൾ തന്നെ ഒരു 6-7 പ്രാവശ്യം പാറ പൊട്ടിക്കുന്ന ആ വെടിയുടെ ശബ്ദം ഉണ്ടല്ലോ, അത് നമ്മൾ കേട്ട്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ നമ്മൾ പേടിച്ചു പോയി, കാരണം തൊട്ടടുത്തുനിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര സൗണ്ടിൽ ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക, ഓർക്കപ്പുറത്ത് വലിയ സൗണ്ട് കേൾക്കുമ്പോൾ പേടിച്ചു പോകും. അങ്ങനെ പിന്നെ കേട്ട് തേങ്ങിപ്പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം അട്ടിയായിട്ട് ഇങ്ങനെ പറമ്പുകളാണ്, അതിലൊക്കെ നിറയെ പാറകളാട്ടോ. ഇതിൻ്റെ താഴ്ഭാഗമാണ്. അപ്പോൾ താഴ്ഭാഗത്ത് ഒരു കൊക്ക പോലെ, അതായത് നമ്മളിപ്പോൾ ഒരു ഹൈറ്റിൽ, ഇതിൻ്റെ മേൽഭാഗം നേരത്തെ കണ്ടില്ലേ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഹൈറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെയും ഈ താഴേൻ്റെ ഇടയിൽ കൂടെയാണ് റോഡ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവ് കൂടെ റോഡ് പോകുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് പോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് വേറെ വ്യൂ ആണ് താഴോട്ട്. ഇതല്ല ഒരു ഫുൾ കൊക്ക പോലെ നിറയെ മലകളും. നമ്മൾക്ക് എന്താ പറയുക, ക്യാമറ കൊണ്ട് അത്ര കിട്ടില്ല, നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ആ പ്രകൃതി ഭംഗി കിട്ടുക. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഞാനിവിടെ ആദ്യമായിട്ട് വരാണ്, പക്ഷേ ഇതിൻ്റെ മുന്നേ ഒരു 2 പ്രാവശ്യം വരാനായിട്ട് നിന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്ന് ആ വരവ് അവിടെ നിന്നു. പിന്നെ രണ്ടാമതൊരു വട്ടം വന്നപ്പോൾ മഴയായിട്ട് തിരിച്ചു പോവുകയും ചെയ്ത്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. ഉപ്പിലിട്ടത് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ 10 രൂപേൻ്റെ പൂള പൊരിച്ച കാര്യങ്ങൾ, നുറുക്ക്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഉപ്പിലിട്ടത് കാണുമ്പോൾ മോന് പിന്നെ നിൽക്കുകയില്ല. ഓന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഉപ്പിലിട്ട സാധനം. അപ്പോൾ ഓനക്കായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിലിട്ടത്, പൈനാപ്പിൾ, എലന്തപ്പഴം, അങ്ങനെയുള്ള 2-3 കാര്യങ്ങളൊക്കെ വാങ്ങി. ഈ ഉപ്പിലിട്ടത് ഇതിൻ്റെ പേരിപ്പോൾ എന്തോന്ന്, ഷെഗുലോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ് വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതൊന്നും എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4-5-6 കടകളൊക്കെ ഉള്ളൂ. ഫുള്ള് ഇങ്ങനത്തെ ചെറിയ കോഫി കടകളും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ തിന്നാനായിട്ടുള്ള കടകളാണ്. അവിടെ ചെറിയ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ കസേരകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജൊക്കെ കേടുവന്ന ഫ്രിഡ്ജൊക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ വരിക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതിമേലൊക്കെ ഇരുന്നിട്ട് തിന്നാനും കാഴ്ചകളൊക്കെ കാണാനും വേണ്ടി. കാഴ്ചകളെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പാർക്കിലൊന്നും പോയാൽ കാണുന്ന കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇതുപോലത്തെ കുറേ കല്ല് കോറികൾ, അതുപോലെ തന്നെ ഇങ്ങനെ കണ്ണെത്താവുന്നതിലപ്പുറം ദൂരത്തോളം കാഴ്ചകൾ, ഇങ്ങനെ മലകൾ, കൊക്ക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു. അതുപോലെ റബ്ബർ തോട്ടം, അതൊക്കെ ഉള്ളു. അല്ലാതെ വേറെ കാഴ്ചകളൊന്നുമില്ല. പ്രകൃതി ഭംഗി അത് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലൊരു സ്ഥലമാണിത്. ഈ കാണുന്നത് ഒരു വലിയ പാറയാണ്. അപ്പം മഴക്കാലത്ത് ഇതിലൂടെ വെള്ളം ഒലിക്കുന്നതുകൊണ്ട്, കാരണം വെള്ളം ഒലിക്കുന്ന പാടുകൾ അതിൻ്റെ മുകളിൽ ഒരു കറുപ്പ് കാണുന്നില്ല നടുവിൽ, അത് വെള്ളം ഒലിക്കുന്ന ഒരു പാടാണ്. അപ്പോൾ അതിൻ്റെ മുകൾക്ക് ഒരാൾ കയറി പോയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൂം ചെയ്തപ്പോൾ അവർ ഇറങ്ങി വരുന്നത് കാണണം. അപ്പോൾ അത് അത്രയും ദൂരത്താണ്. ഉപ്പിലിട്ടൊക്കെ തിന്നുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഞങ്ങൾ റോട്ടിന് കുറച്ച് നടന്നു പോയപ്പോൾ അവിടെ ഒരു ചെറിയ പൂവുണ്ട്. കുഞ്ഞാറ്റേൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ പൂവ് എവിടെ കണ്ടാലും അതിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുക, കഴിയുമെങ്കിൽ പറിച്ചെടുക്കുക എന്നുള്ളതാണ് ഓളെ ഹോബി. അപ്പോൾ ഇതുപോലത്തെ പാറകളാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. ഇത് റോഡിൻ്റെ സൈഡിലുള്ളതാട്ടോ. ഒരു കോറിയുടെ ഇപ്പുറത്ത് നിന്നിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അവരുടെ വേസ്റ്റോ എന്താണെന്നറിയില്ല, എന്തായാലും അവിടെ നിറയെ പാറകളാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നിറയെ പാറകളാണ് കാണാം. അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ കോറിയാണ്. വലതുവശത്തായിട്ട് കോറികൾ, ഇടതുവശത്തുണ്ട് ധാരാളം കോറികൾ, അത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളും
അവിടേക്ക് വരുന്ന വലിയ വലിയ ലോറികൾ എപ്പോഴും ഇല്ലേ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ വന്നപ്പോൾ കുറച്ച് പേരുള്ളൂ, കാരണം ഉച്ചയായതുകൊണ്ടാണ്. ഒരു 50-60 ആളുകളേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു മുമ്പെന്നോ ഉണ്ടായിരുന്ന ഒരു കട നശിച്ചതാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചിറങ്ങാണ്. തിരിച്ചിറങ്ങുമ്പോൾ താഴെ നമുക്ക് ഒരുപാട് തെങ്ങിൻ തോപ്പുകളൊക്കെ കാണാം. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ തെങ്ങിൻ തോപ്പിൻ്റെ രസം. ഈ തെങ്ങിനേക്കാൾ ഹൈറ്റിൽ കല്ല് കൂട്ടിയിട്ടിട്ടുണ്ടാവും. ചെറിയ മെറ്റലിൻ്റെ ചില്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ട് തെങ്ങിനെ കാണുന്നില്ല, അത്രയും ഹൈറ്റിൽ കല്ല് കൂട്ടിയിട്ടതായിട്ടൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെയും കല്ല് കൂട്ടിയിടുന്നതാണ്, ചെറിയ ചെറിയ മെറ്റൽസൊക്കെ കൂട്ടിയിടുന്ന സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത്. മിനി ഊട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉള്ളത്. വേറെ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നൊക്കെ എൻ്റെ വിചാരം. അപ്പോൾ നമ്മൾ വിചാരിച്ച കാഴ്ചകളൊന്നും ഇവിടെ ഇല്ലെങ്കിലും നല്ല കാഴ്ചകളൊക്കെ തന്നെയാണ് ഉള്ളത്. അതായത് മക്കളൊക്കെ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പോരുകയെന്ന് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു നിരാശയുണ്ട്, അവർ പ്രതീക്ഷിച്ച കാഴ്ചകളില്ലാത്തതിൻ്റെ പേരിൽ. കുഴപ്പമില്ല, എന്നാലും നല്ല എന്താ പറയുക, പ്രകൃതിയൊക്കെ കാണാൻ പറ്റി, കല്ലുകോറികളൊക്കെ കാണാൻ പറ്റി. ഇതൊരു കല്ലുകോറിയാണ് കേട്ടോ, അല്ല കോറിയല്ല, ഒരു ഫാക്ടറിയാണ്. കല്ലിങ്ങനെ ഓരോരോ ടൈപ്പ് കല്ലുകളാക്കി തിരിച്ചിങ്ങനെ ബോളർ, അതുപോലെ ചെറിയ ചെറിയ കല്ലുകൾ, മെറ്റൽസ് നമ്മൾ വാർപ്പിന് ഉപയോഗിക്കും, അങ്ങനത്തെ ഓരോ കല്ലുകളാക്കി തിരിക്കണ ഒരു ഇതാണിത്. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫാക്ടറിയിൽ കടന്നിട്ട് മെഷീനിൽ ഇങ്ങനെ കറങ്ങിയിട്ട് കല്ലുകൾ ചെറുതോ ഏത് സൈസാണ് വേണ്ടത് ആ ഒരു സൈസിലേക്ക് ഇങ്ങനെ ഇവരിങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിങ്ങനെ മാറ്റിയിടുക ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മാറ്റിയിടുന്നത് താഴെ ഒരു കുഴലുണ്ട്, അതിലൂടെ താഴോട്ട് പോയിട്ട് അതിൽ ലോറി നിറച്ചിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് കൂട്ടി വെക്കുക ചെയ്യുക. എന്നിട്ട് ആവശ്യക്കാർ വരുമ്പോഴും അങ്ങനെ ഒന്ന് ഇവർ സെയിൽസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ എന്താ പറയുക ലോറികളാണ്, എപ്പോഴും വലിയ വലിയ ലോറികൾ. കണ്ടില്ലേ, ഇങ്ങനത്തെ വലിയ വലിയ ലോറികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിലൊക്കെ നിറയെ കല്ല് കയറ്റി കൊണ്ടുപോവുക ചെയ്യുക. കല്ല് കയറ്റി ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെയും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഹിന്ദിക്കാരാന്ന് തോന്നുന്നുണ്ട്. അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മലയാളീസ് അല്ല എന്നാണ് തോന്നണത്. എന്താണെന്ന് ശരിക്കും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. തലേദിവസം പെയ്ത മഴയുടെ വെള്ളം അവിടെ കെട്ടിയിട്ടുണ്ട്. കുഞ്ഞാറ്റൻ്റെ ഹോബിയാണ് വെള്ളം കണ്ട അതിലേക്ക് കല്ലെടുത്തതാന്നുള്ളത്. അതോളം ഇവിടെയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കാര്യമായിട്ട് കാണുന്നത് തെങ്ങ്, അതുപോലെ തന്നെ റബ്ബറൊക്കെ വെട്ട് തുടങ്ങിയ റബ്ബറുണ്ട്, ഇപ്പോൾ കുഴിച്ചിട്ടുള്ള ചെറിയ ചെറിയ തൈകളും ഉണ്ട്. എന്തായാലും നല്ല കാറ്റും നല്ലൊരു വെളിച്ചവും. അത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തണുപ്പൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ വെയിലാണെങ്കിൽ കൂടി ചൂടില്ല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു, ഉച്ച സമയമായത് കാരണം. ഇത് വേറൊരു കോറിയാണ്, നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇത് വേറൊരു കോറിയാണ്. ഇവിടെയും ഇത് തന്നെ പണി, നേരത്തെ കണ്ട് അതുപോലെ തന്നെ. ഇവിടെയാണ് ആ തെങ്ങ് മൂടി കിടക്കുന്നത്, കണ്ടില്ലേ? ഒരു തെങ്ങ് താഴെ മെറ്റലിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് അതിൻ്റെ ആ തല മാത്രം, തെങ്ങിൻ്റെ തല മാത്രമേ പുറത്തേ കാണുള്ളൂ. സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊക്കെ എത്രയോ ഹൈറ്റിൽ തെങ്ങിനെ മൂടുന്ന ഹൈറ്റിൽ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് മെറ്റൽ. ഇവിടെ ഇതൊരു ഫാക്ടറിയാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മെയിൻ റോട്ടിൽ താഴെ കുറച്ച് ഇറങ്ങി വന്നിട്ട് നമ്മളിവിടെ കാണുന്നത് പൂക്കോട്ടൂർ സ്മാരകം. 921 മാപ്പിള കലഹമൊക്കെ നടന്നില്ല, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ആ ഒരു കലാപത്തിൻ്റെ ഓർമ്മക്കായിട്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണിത്. ഒരു കവാടം, അതിൻ്റെ ഉള്ളിലോ അവിടെ എവിടെയോ ആയിട്ട് അവരുടെ മൃതശരീരമൊക്കെ മറവ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നൊക്കെ. നേരത്തെ കാണിച്ച ഫലകത്തിലുണ്ട് ഇത് എപ്പോഴാണ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ ആരാണിത് ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ അത് പൂക്കോട്ടൂർ പഞ്ചായത്തായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയ കാരണം അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീടെത്താറായി. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയുമായിട്ട്. ചിലപ്പോൾ റെസിപ്പിയോ വ്ളോഗോ എന്തെങ്കിലും ആയിരിക്കും, എന്തായാലും കാണാം. അതുവരേക്കും ബൈ, സീ യു.